സ്ലാബ് ഇട്ട് മൂടുകയായിരുന്നു എന്ന് പറഞ്ഞ വെളിപ്പെടുത്തലിൽ നിന്നാണ് ഇതെന്തായി മാറുന്നത്? ഇതൊരു സ്വാഭാവിക മരണത്തിൽ നിന്നും ഇതൊരു അൺനാച്ചുറൽ ഡെത്തായി മാറുന്നത്. മതത്തിൻ്റെ പേരിൽ ഇഷ്ടമുള്ളത് എന്തും ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമല്ല ഭരണഘടന തരുന്നത്. അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം ജീവനോടെ ഇല്ല. തൻ്റെ കേസ് എന്താണെന്ന് പ്രസൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇനി ഒരു പോസ്റ്റ്മോർട്ടം നടത്തി അതിൻ്റെ സത്യം ഭരണകൂടത്തിന് ജനങ്ങളെ ബോധിപ്പിക്കാതെ നമ്മുടെ രാജ്യത്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അവിടെ സർക്കാർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ശരി. ഇന്ത്യയിലെ നമ്മുടെ ക്രിമിനൽ നിയമം ഈ വിഷയത്തിൽ അത്രയൊന്നും ശക്തമല്ല എന്നുള്ളതാണ്. ഈ രാജ്യത്ത് ഒരാൾക്ക് പ്രായം ചെന്ന് മരിക്കാം, ഒരാൾക്ക് അസുഖബാധിതനായി മരിക്കാം, ഒരാൾക്ക് അപകടത്തിൽപ്പെട്ട് മരിക്കാം, കൊലപാതകത്തിലൂടെ ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാം, അതല്ലെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാം. ഇതല്ലാതെ ജീവനോടെയുള്ള ഒരാളെ കുഴിയിൽ വെച്ച് സ്ലാബ് ഇട്ട് മൂടുക എന്ന് പറയുന്ന സമാധി എന്ന് പറയുന്ന ഒരു മരണരീതി ഈ രാജ്യത്ത് നിലവിലില്ല. നമ്മളത് അംഗീകരിച്ചിട്ടില്ല. ഇത് സ്റ്റേറ്റിൻ്റെ ബാധ്യതയാണ്. ഇത് അവരുടെ കുടുംബത്തിൻ്റെ സ്വകാര്യ പ്രശ്നമല്ല. അവർ പറയുന്നത് പോലെ ഇത് അവരുടെ കുടുംബത്തിനകത്ത് മാത്രം അവസാനിപ്പിക്കാവുന്ന ഒരു പ്രശ്നമായിട്ട് ഇനി നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആറാലമൂട്ടിൽ ഗോപൻ സ്വാമിയുടെ സമാധിയാണ് കേരളം ഇത്രയും ദിവസം ചർച്ച ചെയ്ത ഏറ്റവും ചൂടേറിയ വിഷയം. ആ വിഷയത്തിൽ പലതരത്തിലുള്ള അജ്ഞതകളും പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തെ ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട്, നിയമത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മളോട് സംസാരിക്കുകയാണ് ഭരണഘടനാ അധ്യാപകനായ സംഗീത്. വെൽക്കം. ഗോപൻ സ്വാമിയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ചൂടേറിയ ചർച്ചാ വിഷയം. അദ്ദേഹത്തിൻ്റെ സമാധിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ ഇങ്ങനെ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ മതസ്വാതന്ത്ര്യമാണ്, അതിലേക്ക് ആരും കൈകടത്തേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് കുടുംബവും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും കൂടുതലുമായിട്ടും പറയുന്ന കാര്യം. ശരിക്കും നമ്മുടെ മതസ്വാതന്ത്ര്യത്തിന് എത്രത്തോളം അതിരുണ്ട്? ഇതൊക്കെ നമുക്ക് മതസ്വാതന്ത്ര്യത്തിൻ്റെ ചട്ടക്കൂടിലിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണോ? നമ്മുടെ രാജ്യത്ത് ആക്ച്വലി മതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. അവരുടെ ജീവിത ശൈലിയുമായിട്ട് വലിയ തോതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഭരണഘടനയിൽ തന്നെ മതസ്വാതന്ത്ര്യത്തെപ്പറ്റി ഒരു ക്ലോസ് നമ്മൾ പ്രത്യേകം എഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 25, 26, 27, 28 ഈ ആർട്ടിക്കിളുകളെല്ലാം മതവിശ്വാസ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറയുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, നിങ്ങൾക്ക് മതത്തിൻ്റെ പേരിൽ ഇഷ്ടമുള്ളത് എന്തും ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമല്ല ഭരണഘടന തരുന്നത്. അപ്പോൾ നിങ്ങൾ ആർട്ടിക്കിൾ 25 വെറുതെ വായിച്ച് നോക്കിയാൽ മതി. ഇത്രയൊന്നും തർക്കത്തിൻ്റെയോ കൺഫ്യൂഷൻ്റെയോ ഒന്നും പ്രശ്നം അതിനകത്തില്ല. ആ ആർട്ടിക്കിൾ ഇങ്ങനെയാണ് പറയുന്നത്: സബ്ജക്റ്റ് ടു മൊറാലിറ്റി, പബ്ലിക് ഓർഡർ, ഹെൽത്ത് ആൻഡ് ടു ഓൾ അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട്, എവറി പേഴ്സൺ ഈസ് ഈക്വലി എൻടൈറ്റിൽഡ് ടു റൈറ്റ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ടു ഫ്രീലി പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ ഓഫ് ദെയർ ചോയ്സ്. അതായത് നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പൊതുക്രമത്തെ ബാധിക്കാതെ, ഈ രാജ്യത്തിൻ്റെ ധാർമ്മികതയെ ബാധിക്കാതെ, ഈ രാജ്യത്തെ മനുഷ്യരുടെ ആരോഗ്യത്തെ ബാധിക്കാതെ, നമ്മുടെ ഭരണഘടന ആളുകൾക്ക് കൊടുത്തിട്ടുള്ള മൗലികാവകാശങ്ങൾ ഒന്നിനെയും ഹനിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മതത്തിൽ വിശ്വസിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയാൽ അത് മതത്തിനെ എനേബിൾ ചെയ്യുന്നതിനേക്കാൾ റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം മതം ഉപയോഗിച്ച് നിങ്ങൾ മറ്റൊന്നിലേക്കും കടന്നു കയറരുത് എന്ന് പറഞ്ഞൊരു മുന്നറിയിപ്പാണ് അവിടെ ഭരണഘടന കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വളരെ സ്പെസിഫിക് ആണ് കാര്യം. നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച് സെക്കുലറായ ഏതെങ്കിലും വിഷയത്തിൽ മതം ഇടപെടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നു, ഒരു മതം ഒരു സ്കൂൾ നടത്തുന്നു, നിങ്ങൾക്ക് ഒരിക്കലും ആ സ്കൂളിന് ഈ രാജ്യത്തെ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലാതെ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ 10ാം ക്ലാസ് പാസ്സാക്കാൻ കഴിയില്ല, 12ാം ക്ലാസ് പാസ്സാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരു മത സർട്ടിഫിക്കറ്റേ അവർക്ക് കൊടുക്കാൻ പറ്റൂ. നിങ്ങളൊരു ബാങ്ക് നടത്തുന്നു, ഒരു മതസ്ഥാപനം, RBI പറയുന്ന റെഗുലേഷൻ അനുസരിച്ചേ പറ്റൂ. അതായത് മതേതരമായ സെക്കുലറായ മറ്റെന്ത് ആക്ടിവിറ്റിയിൽ ഏർപ്പെടണമെങ്കിലും അതിനെ നിയന്ത്രിക്കുന്നതിന് മതം ഒരു തടസ്സമേ അല്ല. മതത്തിനെ അനുഗുണമായിരിക്കുന്ന ഈ ആർട്ടിക്കിൾ 25 ഒരു തടസ്സമല്ല. നമ്മൾ ഭരണഘടനയെക്കുറിച്ച് സംസാരിച്ചല്ലോ. ഈ സമാധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദങ്ങളെ ഭരണഘടനയെ മുൻനിർത്തി നമുക്ക് എങ്ങനെ വാദപ്രതിവാദങ്ങൾ നടത്താൻ പറ്റും? അതായത് ഇവിടെ ഇപ്പം ഭരണഘടനാപരമായിട്ട് ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് അപ്പുറത്തെ എൻഡിൽ സമാധിയായി പോയി എന്ന് നമ്മൾ പറയുന്ന ആൾ, അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം ജീവനോടെ ഇല്ല. തൻ്റെ കേസ് എന്താണെന്ന് പ്രസൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇനിയിപ്പോൾ ഒരു ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ താങ്കൾക്കൊരു തല്ല് തന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് സാധാരണഗതിയിൽ? തല്ലുകൊണ്ട താൻ വാദിയും തല്ലിയ ഞാൻ പ്രതിയുമാണ് എന്നുള്ളതാണല്ലോ. എന്നാൽ നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥ അങ്ങനെയല്ല. തല്ലിയ ഞാൻ പ്രതിയാണ്, തല്ലുകൊണ്ട താൻ അതിൻ്റെ സാക്ഷിയാണ്, സ്റ്റേറ്റാണ് ഇവിടുത്തെ വാദി. അതായത് എവ്രി ക്രൈം ഈസ് ഡൺ അഗൈൻസ്റ്റ് ദ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ
ഗോപൻ സ്വാമിക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേസ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സ്വകാര്യമായ ഒരു ആവശ്യമല്ല, ഈ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനപരമായ കർത്തവ്യമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ സാധാരണഗതിയിൽ അദ്ദേഹം മരിക്കുന്നു, സ്വാഭാവികമായ ഒരു ശവദാഹം നടന്നു, അതല്ലെങ്കിൽ ഇപ്പം ചെയ്തിരിക്കുന്ന പോലെ തന്നെ ശവദാഹം നടത്തുന്നു. ആ ക്രമത്തിലൊന്നും നമ്മുടെ ഭരണകൂടം ഇടപെടുമായിരുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ജീവനോടെയാണ് അദ്ദേഹത്തെ കുഴിയിൽ വെച്ചതെന്നും അദ്ദേഹം സ്വയം അവിടെ പ്രവേശിച്ച ശേഷം താനത് സ്ലാബ് ഇട്ട് മൂടുകയായിരുന്നു എന്ന് പറഞ്ഞ വെളിപ്പെടുത്തലിൽ നിന്നാണ് ഇതെന്തായി മാറുന്നത്? ഇതൊരു സ്വാഭാവിക മരണത്തിൽ നിന്നും ഇതൊരു അൺനാച്ചുറൽ ഡെത്തായി മാറുന്നത്. ഇനി ഒരു പോസ്റ്റ്മോർട്ടം നടത്തി അതിൻ്റെ സത്യം ഭരണകൂടത്തിന് ജനങ്ങളെ ബോധിപ്പിക്കാതെ നമ്മുടെ രാജ്യത്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഇനിയത്തെ കേസിൽ ഇത് സ്റ്റേറ്റിൻ്റെ ബാധ്യതയാണ്. ഇത് അവരുടെ കുടുംബത്തിൻ്റെ സ്വകാര്യ പ്രശ്നമല്ല. അവർ പറയുന്നത് പോലെ ഇത് അവരുടെ കുടുംബത്തിനകത്ത് മാത്രം അവസാനിപ്പിക്കാവുന്ന ഒരു പ്രശ്നമായിട്ട് ഇനി നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വാദിയായി നിൽക്കുന്ന സ്റ്റേറ്റ് നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസം സബ് കളക്ടർ അടക്കമുള്ള ആളുകൾ പോയിട്ട് അത് കല്ലറ പൊളിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. പക്ഷേ അവിടെ നാട്ടുകാരും കുടുംബവും അതിനെ പ്രതിഷേധിക്കുകയാണ് അവിടെ. അപ്പം അതിനെ മറികടന്നിട്ട് സ്റ്റേറ്റിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ പ്രതിഷേധങ്ങളെയാണോ അല്ലെങ്കിൽ സ്റ്റേറ്റിനൊരു തീരുമാനമെടുത്ത് അല്ലെങ്കിൽ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ് ശരിക്കും വേണ്ടുന്നത്? അവിടെ നമുക്ക് ഭരണകൂടത്തിന് ഏകപക്ഷീയമായിട്ട് കുറ്റം പറയാനൊന്നും കഴിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എപ്പോഴും ഒരു ഭരണകൂടം നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രഗ്മാറ്റിക്കായ ഒരു സാധ്യത, ഏറ്റവും പ്രായോഗികമായി എന്താണ് അവിടെ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് പരിശോധിക്കുക. ഇപ്പോൾ തീർത്തും വൈകാരികമായൊരവസ്ഥയിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയ ആളുകൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റേറ്റിൻ്റെ അധികാരം മൈറ്റ് കാണിക്കാൻ വേണ്ടി ഇതെല്ലാം കൂടെ തല്ലിപ്പൊളിച്ച് പുറത്തെടുക്കുക എന്ന് പറയുന്ന സാഹചര്യം അവിടെ പോസിബിൾ അല്ല. പിന്നെ ഒരു കാര്യം, ഈ സംഭവം നടന്നിട്ട് 3-4 ദിവസമായി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇന്ന് തുറന്നാലോ നാളെ തുറന്നാലോ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പ്രായോഗികമായ കാരണങ്ങൾ കൊണ്ടൊന്നും സാധ്യതയുമില്ല. അപ്പോൾ അവിടെ സർക്കാർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ശരി. കാരണം ആ കുടുംബത്തെ കൂടെ കോൺഫിഡൻസിലെടുത്ത് പ്രധാനമായിട്ടും ഈ വിഷയത്തിലുള്ള അവരുടെ അജ്ഞതയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അവരെ ആ വിഷയത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ കൂടെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നൊരു പ്രായോഗിക നടപടി മാത്രമാണ് ഇവിടെ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇത് തീർത്തും വേണ്ടാന്ന് വെക്കുക എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് സർക്കാരിന് പോകാൻ കഴിയില്ല. പോയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തെ ഭരണഘടനാ തത്വങ്ങളുടെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്ക് എതിരായ ഒരു നിലപാടാണ്. മാത്രമല്ല അതൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഇവിടെ ഇനി ഉണ്ടാവാൻ ഇടയുള്ള സമാനമായ സമാധികളിൽ ഇടപെടാൻ കഴിയാത്ത സാഹചര്യം നമുക്കുണ്ടാവും. അപ്പോൾ ഇവിടെ കാര്യം വളരെ ലളിതമാണ്. നമുക്ക് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ഈ രാജ്യത്ത് ഒരാൾക്ക് പ്രായം ചെന്ന് മരിക്കാം, ഒരാൾക്ക് അസുഖബാധിതനായി മരിക്കാം, ഒരാൾക്ക് അപകടത്തിൽപ്പെട്ട് മരിക്കാം, ഒരാൾക്ക് മറ്റൊരാളെ കൊന്നതിൻ്റെ പേരിൽ കൊലപാതകത്തിലൂടെ ഒരാൾ മരണപ്പെടുന്ന ആ സാഹചര്യം ഉണ്ടാവാം, അതല്ലെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാം. ഇതല്ലാതെ ജീവനോടെയുള്ള ഒരാളെ കുഴിയിൽ വെച്ച് സ്ലാബ് ഇട്ട് മൂടുക എന്ന് പറയുന്ന സമാധി എന്ന് പറയുന്ന ഒരു മരണരീതി ഈ രാജ്യത്ത് നിലവിലില്ല. നമ്മളത് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരാൾ മരണപ്പെട്ടാൽ അതൊരു അൺനാച്ചുറൽ ഡെത്തായിട്ടാണ് നമ്മുടെ രാജ്യത്തെ നിയമത്തിന് പരിഗണിക്കാൻ കഴിയുക. അപ്പോൾ ഇവിടുത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് തുറക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ മരണകാരണം മെഡിക്കൽ എക്സാമിനേഷനിലൂടെ ശാസ്ത്രീയമായി കണ്ടെത്തേണ്ടി വരും. സ്വാഭാവികമായിട്ടും അതിനകത്ത് മറ്റ് നിയമപ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതേ പ്രക്രിയ അവർക്ക് തുടരാം. അവർക്ക് ആ സ്ലാബിട്ട് അടച്ച കാര്യം അവർക്ക് വീണ്ടും ചെയ്യാം. ഓക്കെ, ഇതിലിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ സർക്കാർ എടുക്കേണ്ട തീരുമാനത്തിലൂടെയാണ് പോകുന്നത്. പക്ഷേ ഇവരുടെ ഈ പ്രതിഷേധങ്ങൾ ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും ഇതിലൊരു ഒത്തുതീർപ്പ് ഉണ്ടാവണമല്ലോ, ഇതിലൊരു ഉത്തരം കിട്ടണമല്ലോ നമുക്ക്. അപ്പം സർക്കാർ എന്തൊക്കെ നിയമ നടപടികളോട് പോകേണ്ടി വരും? ഇപ്പം സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ കുടുംബം കോടതിയെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ ആ കോടതി സ്വാഭാവികമായിട്ടും സർക്കാർ അതിൽ റെസ്പോണ്ടൻ്റാണ് ആ പരാതിയിൽ. അപ്പോൾ സർക്കാരിന് ഈ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു ആക്ഷേപം അതിനെതിരെ നിലവിലുണ്ട്. മരണപ്പെട്ടു പോയ ആൾക്ക് നേരിട്ട് പരാതി പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പൊതുസമൂഹത്തിൻ്റെ താല്പര്യത്തിനും സ്റ്റേറ്റിൻ്റെ താല്പര്യവും കോടതിയെ അറിയിച്ചാൽ കോടതി ഈ വിഷയത്തിൽ സ്വാഭാവികമായും ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് ഇടാൻ പോകുന്ന ഉത്തരവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ സുതാര്യത വരുത്തണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ സർക്കാരിന് സ്വാഭാവികമായിട്ടും ആ വിധി നടപ്പാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് അന്നേരം അതിലേക്ക് പോകുക എന്നുള്ളതായിരിക്കും നിലവിൽ സർക്കാർ എടുക്കാൻ സാധ്യതയുള്ള ഇമ്മീഡിയറ്റായ കാര്യം. പിന്നെ ഇവിടെ നമുക്ക് പറയാണ്ട ഒരു പ്രത്യേക പരിമിതി എന്ന് പറയുന്നത്, ഇന്ത്യയിലെ നമ്മുടെ ക്രിമിനൽ നിയമം ഈ വിഷയത്തിൽ അത്രയൊന്നും ശക്തമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനോട് അടുത്ത് നിൽക്കാവുന്ന ഒരു നിയമമുള്ളത് IPC 508 ആണ്. അതായത് ഒരാൾക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ശാപം കിട്ടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഒരാൾ നിയമപരമായി ചെയ്യേണ്ടുന്ന എന്തെങ്കിലും കാര്യം അയാളെ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, അല്ലെങ്കിൽ നിയമപരമായി ഒരാൾ എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്യിപ്പിക്കുക. ഇവിടെയൊക്കെ നമുക്ക് ഈ IPC 508 എന്ന് പറഞ്ഞ നിയമമുണ്ട്.
അപ്പം നമുക്ക് എന്തില്ല, അവിടെ നിയമത്തിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് ഒരു പ്രശ്നമായിട്ട് ഈ വിഷയത്തിൽ വരുന്നുണ്ട്. ഈ സമാധിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒന്നാണ് അന്ധവിശ്വാസ നിരോധന നിയമം. അപ്പം അങ്ങനെ ഒരു നിയമം ഇവിടെ പ്രാബല്യത്തിൽ ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ല. അപ്പം ഇതിന് നമ്മുടെ നാട്ടിൽ ഈ അന്ധവിശ്വാസ നിരോധന നിയമം എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് വെറുതെ ഒരു നിയമം എന്നുള്ള രീതിയിൽ തള്ളിക്കളയാണ് ചെയ്യുന്നത്? എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കേരളത്തിൽ അന്ധവിശ്വാസ നിരോധനത്തിന് അത്തരത്തിലൊരു നിയമമില്ല. 2019 നമ്മൾ അന്ധവിശ്വാസ നിരോധനത്തിന് വേണ്ടി ഒരു ഡീറ്റെയിൽഡ് ആയ നിയമം ഡ്രാഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ബിൽ എന്ന് പറഞ്ഞ സ്റ്റേജിൽ നമ്മളൊരു നിയമം 2019 കൊണ്ടുവന്നിട്ടുണ്ട്. 2022 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇലന്തൂരിലെ നരബലി കേസുണ്ടായി. ആ കേസ് ഉണ്ടായ സാഹചര്യത്തിൽ ഈ നിയമം നടപ്പിലാക്കുന്നതിനെ പറ്റി വീണ്ടും മുറവിളി ഉണ്ടായതാണ്. പക്ഷെ നമുക്കവിടെ ഇപ്പോൾ സത്യത്തിൽ ഈ പറയുന്ന രൂപത്തിൽ വളരെ ഡിഫൈൻഡ് ആയൊരു നിയമം നമുക്കുണ്ടായിരുന്നെങ്കിൽ ആ നിയമത്തിലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്താൽ മതിയായിരുന്നു. സത്യത്തിൽ അത്തരത്തിലൊരു നിയമത്തിൻ്റെ അഭാവമാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഭരണകൂടത്തിന് ഒരു കുഴപ്പമുണ്ടാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും വൈകാരികമായ പ്രതികരണങ്ങളോടുള്ള സർക്കാരിൻ്റെ നിലപാട്, ഇപ്പോൾ അവിടുത്തെ അസിസ്റ്റൻറ്റ് കളക്ടർ ആയാലും അത് വളരെ പക്വതയോടുകൂടിയാണ് അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. കാരണം അവിടെ നമ്മൾ ഒരിക്കലും തിരിച്ച് വൈകാരികമായിട്ടല്ല അതിനോട് പ്രതികരിക്കേണ്ടത്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ പ്രധാന പ്രശ്നം അവർക്ക് ഈ പറയുന്ന സംവിധാനങ്ങളോടുള്ള അവരുടെ അജ്ഞതയാണെന്നുള്ളത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അവരെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർ യുക്തിഭദ്രമായ ആർഗ്യുമെൻറ്റുകളൊന്നും അല്ല അവരതിനു വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നല്ലെങ്കിൽ നാളെ അതിന് നിയമത്തിൻ്റെ വഴി തന്നെ ആയിരിക്കും ഉണ്ടാവുക.